ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഹെയർ ഡേ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള 2-3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡേ ആണ് കേട്ടോ. അതിൻ്റെ റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫസ്റ്റ് യൂസിൽ തന്നെ അതിൻ്റെ ഒരു ചേഞ്ച് അറിയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് തയ്യാറാക്കാനായിട്ട് അധികം സമയം ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്കിത് ഒരുപാട് നേരം തയ്യാറാക്കി വെച്ചേക്കും വേണ്ട കേട്ടോ. അപ്പോൾ അത്രയും നല്ല ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണ്. എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അലർജി ഉള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അത്രയും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡേ തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനിവിടെ ഇരുമ്പിൻ്റെ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെ ഇത് തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇനി ഇരുമ്പിൻ്റെ ചട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ പാത്രത്തിലാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഇരുമ്പിൻ്റെ കണ്ടൻറ്റ് എന്തെങ്കിലും ചെറിയൊരു ആണിയോ അങ്ങനെ എന്തെങ്കിലും അതിലിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ കോഫി പൗഡർ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഓയിലും കാപ്പിപ്പൊടിയായിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കണം. നമ്മൾ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. കാപ്പിപ്പൊടി നമുക്ക് ഏത് കാപ്പിപ്പൊടി വേണമെങ്കിലും എടുക്കാം. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ എടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ അല്ലാത്ത കോഫി പൗഡർ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഹെന്ന പൗഡർ ചേർക്കുമ്പോൾ നല്ല ഓർഗാനിക് ആയിട്ടുള്ള ഹെന്ന പൗഡർ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ മൈലാഞ്ചിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഉണക്കി പൊടിച്ചെടുത്താലും അതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല ബ്രാൻഡ് നോക്കി തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ ഹെന്ന പൗഡർ എടുത്ത അതേ അളവിൽ തന്നെ 1 സ്പൂൺ അളവിൽ നമ്മുടെ കരിഞ്ജീരകം വറുത്ത് പൊടിച്ച് എടുത്തതാണ് കേട്ടോ. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. അപ്പോൾ തൈര് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇത് മിക്സ് ചെയ്തെടുക്കുന്നതിന് ആവശ്യമുള്ള തൈര്, അതായത് ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു 2 സ്പൂൺ ആ ഒരു അളവിൽ തൈര് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഫസ്റ്റ് നമുക്കിതൊന്ന് മിക്സ് ചെയ്തോ നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ തൈര് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഓയിൽ യൂസ് ചെയ്തതുകൊണ്ട് ഇത് നമുക്ക് തലയിൽ പിടിക്കുമെന്നൊക്കെ ചിലർക്ക് ഡൗട്ടുണ്ട്. അങ്ങനെ ഒരു ഡൗട്ടിൻ്റെയും ആവശ്യമില്ല കേട്ടോ. നല്ലൊരു അടിപൊളി ഹെയർ ഡേ ആണ്. നമ്മൾ തൈരൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ. മുടിയൊക്കെ നല്ല സ്മൂത്തായിട്ടിരിക്കും. അതുപോലെ തന്നെ നരയൊക്കെ പെട്ടെന്ന് മാറാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു ഹെയർ ഡേ ആണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അലർജിയുടെയൊക്കെ പ്രോബ്ലം ഉള്ളവരാണ്, നമ്മൾ തൈരൊക്കെ ഒരുപാട് നേരം തലയിൽ വെക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു ചെറിയൊരു കർപ്പൂരം പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അതിൻ്റെ നീര് എടുത്ത് നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് കുറച്ച് തണുപ്പായതുകൊണ്ട് തന്നെ ഒരുപാട് സമയം തലയിൽ വെക്കാനൊക്കെ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് പറ്റുന്ന ടൈം എത്രയാണോ ആ ഒരു ടൈം തലയിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കരിജീരകവും ഹെന്നയും നമ്മുടെ തൈരും
കാപ്പിപ്പൊടി എല്ലാം കൂടെ ആയതുകൊണ്ട് തന്നെ അടിപൊളി റിസൾട്ടാണ്. നിങ്ങൾ ഇതുവരെയും ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി ഇതൊരു 2 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് നിന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡൈ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുളിക്കുന്നതിനൊക്കെ മുന്നേ ഒരു 2 മണിക്കൂർ മുന്നേക്ക് നമുക്കിത് തയ്യാറാക്കി വെച്ചിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതല്ല ഇത് ഓവർനൈറ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം. അപ്പോൾ ഇത് കുറച്ചുകൂടി നല്ല ഡാർക്ക് കളറിൽ വരും കേട്ടോ. ഓവർനൈറ്റൊക്കെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇരുമ്പ് ചട്ടിയിൽ നിന്നുള്ള ആ ഒരു ഇരുമ്പിൻ്റെ ഒരു സത്തൊക്കെ ഇറങ്ങിയിട്ട് കുറച്ചുകൂടി നല്ല ബ്ലാക്ക് കളറിൽ വരും. അതെല്ലാം നമുക്ക് പെട്ടെന്നൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ. തയ്യാറാക്കിയിട്ട് അധികം സമയം വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് പെട്ടെന്ന് പുറത്തേക്കൊക്കെ പോകണം, ഡൈ ഒക്കെ ചെയ്തിട്ട് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് തയ്യാറാക്കി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ. ഒരു 2 മണിക്കൂറൊക്കെ ആയപ്പോൾ തന്നെ അത് നല്ല ബ്ലാക്ക് കളറിൽ തന്നെ വന്നിട്ടുണ്ടത്. അത് മാത്രമല്ല ഇത് അപ്ലൈ ചെയ്യാൻ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ഹെയർ ഡൈ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി യൂസ് ചെയ്ത് നോക്കൂട്ടോ. നല്ല റിസൾട്ട് തന്നെ കിട്ടും. കുളിക്കുന്നതിന് മുന്നേ 1 മണിക്കൂർ നേരമെങ്കിലും നിങ്ങളൊന്ന് തലയിൽ വെച്ചേക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. തണുപ്പിൻ്റെയൊക്കെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ വെച്ചേക്കാം. 2 മണിക്കൂർ നേരമൊക്കെ വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ടൈം വെച്ചേക്കാം കേട്ടോ. നല്ല റിസൾട്ട് തന്നെ കിട്ടും. അതുപോലെ തന്നെ അലർജിയുടെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇൻഡിഗോയൊക്കെ അലർജി ഉള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ചേഞ്ച് അറിയാനായിട്ട് പറ്റും കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഡൈ യൂസ് ചെയ്യുന്നതെങ്കിൽ അതുപോലെ തന്നെ ചെറിയ നരയൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ ആ നരയൊക്കെ മാറി ഫുള്ള് ബ്ലാക്ക് കളറാകും കേട്ടോ. അതുപോലെ തന്നെ അതൊരു 1 മാസം വരെയൊക്കെ ആ കളറ് നമുക്ക് നിൽക്കും കേട്ടോ. അതല്ല നിങ്ങൾക്ക് ഒരുപാട് നരയുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 1 മാസം വരെയൊന്നും ആ കളർ നിൽക്കാനുള്ള സാധ്യതയില്ല. ഒരാഴ്ചയ്ക്ക് 1.5 ആഴ്ചയ്ക്ക് കഴിയുമ്പോൾ തന്നെ ആ കളറിന് മാറും കേട്ടോ. എങ്കിൽ നിങ്ങൾ വീണ്ടും അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആഴ്ചയിൽ 1 തവണ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എന്തായാലും ആഴ്ചയിൽ 1 തവണയൊക്കെ നമുക്ക് കുറച്ച് ടൈം ഇതിനായിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അധികം ടൈമൊന്നും എടുക്കത്തില്ല. നമുക്ക് കുളിക്കുന്നതിനൊക്കെ ഒരു 2 മണിക്കൂർ മുന്നേ തയ്യാറാക്കി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം താളി എന്തെങ്കിലും ഉപയോഗിച്ച് ഇത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. നമ്മൾ ഓയിൽ ഇതിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടില്ല, 1 സ്പൂൺ ഓയിലേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അധികം ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യേണ്ട, താളിയൊക്കെ ഉപയോഗിച്ച് ഇത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല റിസൾട്ട് തന്നെ കിട്ടും. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്